نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهد الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الأحباب في الله أوصيكم وإياي بتقوى الله സർവാധിനാഥനായ പടച്ച തമ്പുരാന്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ രഹസ്യത്തിലും പരസ്യത്തിലും കണിശമായി സൂക്ഷിച്ച് ജീവിക്കണമേ എന്ന് എന്നോടെന്ന പോലെ നിങ്ങളോടും ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ നിയമനിർദ്ദേശങ്ങൾ അംഗീകരിച്ച് മുത്തഖീങ്ങളായി ഹേലോകത്ത് നിന്ന് വിട പറയുന്ന ഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നമ്മോടൊപ്പം ഒരു അതിഥി ഉണ്ടായിരുന്നു. ആ അതിഥിയുടെ വരവ് ഒരുപാട് പ്രോത്സാഹന സമ്മാനങ്ങളുമായിട്ടായിരുന്നു ആ അതിഥി നമ്മുടെ അടുക്കൽ വന്നുപോയത്. ഏറ്റവും വലിയ സമ്മാനം എന്ന് വെച്ചാൽ വിശുദ്ധ ഖുർആനിൻ്റെ അവതരണം കൊണ്ട് ധന്യമായിരുന്നു അത്. മറ്റൊന്ന്, ആ അതിഥി കൊണ്ടുവന്ന മറ്റൊന്നായിരുന്നു അതിൽ ലൈലത്തുൽ ഖദ്ർ എന്ന് പറയുന്ന പ്രധാനപ്പെട്ട ഒരു രാവ്. മറ്റൊന്ന്, അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പുണ്യദിനരാത്രങ്ങളിലെ രാത്രികളിലെ അവൻ്റെ അടിയാറുകളെ നരകത്തിൽ നിന്ന് മോചിപ്പിച്ചിരുന്നു. ഇങ്ങനെ ഒരുപാട് അനുഗ്രഹങ്ങൾ വർഷിച്ചുകൊണ്ട് ആ അതിഥി നമ്മോട് വിട പറഞ്ഞു പോയി. ആ വിട പറഞ്ഞു പോയ സന്ദർഭത്തിൽ നമ്മൾ ആ അതിഥിയെ നമ്മളാൽ കഴിയുന്ന രൂപത്തിൽ നമ്മൾ സ്വീകരിച്ചിട്ടുണ്ട്. ആ സ്വീകരിച്ച സ്വീകരണത്തിൻ്റെ ബാക്കിയുള്ള ജീവിതത്തിൽ നമ്മൾ അത് കാണിക്കേണ്ടിയിരിക്കുന്നു. അത് അടുത്ത റമദാൻ സമാഗതമാകുന്നത് വരെ ഭാഗ്യവാന്മാർ, ആ റമദാനിനെ സ്വീകരിക്കുവാൻ ഭാഗ്യവാന്മാർ ആരുണ്ടോ അവർ അതുവരെ ഈ റമദാനിൻ്റെ ചൈതന്യം നിലനിർത്തിക്കൊണ്ടു പോകേണ്ടതുണ്ട്. ഞാൻ സൂചിപ്പിച്ചു വരുന്നത്, അങ്ങനെയെല്ലാം തന്നെ നമ്മൾ സ്വരൂപിച്ച് തഖ്വയിൽ അധിഷ്ഠിതമായ ഒരു ജീവിതം നയിച്ചുകൊണ്ട് ഇനി നമ്മൾ മുന്നോട്ട് പോവുകയാണ്. ആ മുന്നോട്ട് പോകുന്ന
ഖബറിലേക്കാണ് പ്രിയമുള്ള ബർസക്കിയായ ജീവിതം. ആ ഖബറുമായി ബന്ധപ്പെട്ട ചില സൂചനകൾ നൽകുവാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. വിശുദ്ധ ഖുർആൻ പറഞ്ഞു, കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത് വഇന്നമാ തുവഫൗന ഉജൂറക്കും യൗമൽ ഖിയാമ. എല്ലാ ആത്മാക്കളും മരണത്തെ രുചിക്കുക തന്നെ ചെയ്യുമെന്നുള്ളതാണ്. എനിക്ക് പറ്റില്ല എന്ന് പറയുവാൻ സാധ്യമല്ല. എന്നാൽ അതുവരെ ജീവിച്ച ആ മനുഷ്യന്റെ കർമ്മങ്ങൾക്ക് തക്കതായ പ്രതിഫലം നൽകുക ഖിയാമത്ത് നാളിലാണ് എന്നാണ്. അപ്പോൾ ഖിയാമത്ത് നാളിലേക്ക് നമ്മൾ പോകുന്നതിൻ്റെ മുമ്പ് ബർസക്കിയായ ഒരു ലോകം അല്ലാഹു സജ്ജീകരിച്ചിട്ടുണ്ട്. അതാണ് ഖബർ എന്ന് പറയുന്നത്. ആ ഖബറിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഭയാശങ്കകളുടെ നിശബ്ദതയിലാണ് തുടങ്ങുന്ന ഒരു ജീവിതമാണ്. അവിടെ ഭയമാണ്, പേടിയാണ്, എന്തൊക്കെയോ സംഭവിക്കുന്ന ഒരു രംഗം. അതോടൊപ്പം തന്നെ ആ ജീവിതം തുടങ്ങുന്നത് ഇരുട്ടറയിലാണ്. ഇവിടെ നമ്മൾ വളരെ സൗകര്യപ്രദമായി നമ്മുടെ ഇച്ഛകൾക്കനുസരിച്ച് ജീവിക്കുന്നു. പക്ഷേ ആ ജീവിതം ഒരു ഇരുട്ടറയിലാണ്. ഇരുട്ടറ എന്ന് പറയുമ്പോൾ കല്ലുകൊണ്ടും ചെളികൾ കൊണ്ടും ഭദ്രമായി ഉണ്ടാക്കിയ ഒരു മേൽക്കൂര. ആ മേൽക്കൂരയുടെ പ്രത്യേകത അതാണ്. ചെളികൾ കൊണ്ടും മണ്ണുകൾ കൊണ്ടും തേച്ച് റെഡിയാക്കി ഫിറ്റ് ചെയ്ത ഒരു മേൽക്കൂരയാണ് അതിന് അറക്കുള്ളത്. പ്രിയമുള്ളവരെ, കഴിഞ്ഞില്ല. ആ ഖബറിന് കവാടങ്ങളോ ജനലൈകളോ വായുസഞ്ചാരമോ ഒന്നുമില്ലാത്ത ഒരു അറ. അവിടേക്കാണ് എനിക്കും നിങ്ങൾക്കും ഇനി ചെല്ലാനുള്ളത്. ഒന്ന് നമ്മൾ നമ്മുടെ മാതാവിന്റെ ഗർഭാശയത്തിൽ വെച്ച് കഴിഞ്ഞുപോയി. രണ്ടാമത് ഇഹലോക ജീവിതത്തിൽ കഴിഞ്ഞുപോയി. മൂന്നാമതായി ഇനി ബർസക്കിയായ ആ കുയ്മാടത്തിലേക്കാണ് പ്രിയമുള്ള സഹോദര സഹോദരി എനിക്കും നിനക്കും നിങ്ങൾക്കും ഇനി യാത്ര ചെയ്യാനുള്ളത്. എന്നാലോ ആ ഖബറിൽ പാമ്പുകളും പുഴുക്കളും വന്നേക്കാവുന്ന വല്ലാത്തൊരു കുയ്മാടമാണത്. പുഴുക്കൾ നിറഞ്ഞ് വലിയ വലിയ സർപ്പങ്ങൾ വന്ന് നമ്മെ ദേഹോപദ്രവം നടത്തുന്ന, മാനസികമായി ഉപദ്രവം നടത്തുന്ന, വിഷമിപ്പിക്കുന്ന വല്ലാത്തൊരു അറ. അതാണ് നമ്മൾ ഖബർ എന്ന് പറയുന്നത്. പ്രിയമുള്ളവരെ, നിസ്സാരമായി തോന്നുകയാണ് നമുക്ക്. നമ്മുടെ നിത്യജീവിതത്തിൽ ഒരുപാട് സഹോദരി സഹോദരന്മാരെ പള്ളിക്കാട്ടിൽ മറവ് ചെയ്തു പോന്നവരാണ് നമ്മളെല്ലാവരും. പ്രിയമുള്ളവരെ, അവരുടെ ഇന്നത്തെ അവസ്ഥയെ സംബന്ധിച്ച് ആലോചിക്കുക. അവർക്ക് ഇന്ന് ആവശ്യമുള്ള വസ്തുക്കൾ നാളെ നമ്മേക്കും ആവശ്യമുണ്ട് എന്നുള്ളൊരു ബോധത്തോടുകൂടി ആയിരിക്കണം നമ്മൾ ജീവിക്കേണ്ടത്. തമ്പുരാനെ, എന്നെയും കൊണ്ടു ചെന്നാക്കാനുള്ള ഒരു സ്ഥലമാണല്ലോ അത്. അവിടേക്ക് പോകുന്ന സന്ദർഭത്തിൽ റബ്ബേ, അല്ലാഹുവിന് ഇഷ്ടപ്പെട്ട രൂപത്തിൽ പോകുവാനുള്ള ഒരു അനുഗ്രഹം എനിക്ക് നൽകണമേ എന്ന് നിത്യേന നമ്മുടെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തണം. പ്രിയമുള്ള സഹോദര സഹോദരി, നമുക്കറിയാം ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം നമുക്കറിയാം. അദ്ദേഹം ഏതൊരു ഖബർസ്ഥാനിന്റെ അരികിൽ ചെന്നാലും, ഖബറിന്റെ അരികിൽ ചെന്നാൽ മതി, ആ മഹാനവറുകൾ കരഞ്ഞുകൊണ്ടിരിക്കുമെന്നുള്ളതാണ്. കണ്ണുനീർ ധാരധാരയായി ഒഴുകി നീണ്ട താടിയിലൂടെ ആ കണ്ണുനീർ ഭൂമിയിൽ പതിച്ചിരുന്നു എന്നാണ് ചരിത്ര ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അദ്ദേഹത്തോട് ചോദിച്ചു, അമീറുൽ മുഅ്മിനീൻ, സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറയുകയാണ്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. എന്താണ് പറഞ്ഞത്? ഖബർ ജീവിതത്തിൽ രക്ഷപ്പെട്ടവൻ രക്ഷപ്പെട്ടു. ആ ജീവിതത്തിൽ കുടിസുകളും വിഷമങ്ങളും നിറഞ്ഞവനാണെങ്കിൽ അവൻ ഏറ്റവും വലിയ നഷ്ടക്കാര കൂട്ടത്തിലായിരിക്കുമെന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ഞാൻ കേട്ടിരിക്കുന്നു എന്നാണ്. അപ്പോൾ സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പോലും ഖബർ ജീവിതത്തെ പേടിച്ചിരുന്നു, ഭയപ്പെട്ടിരുന്നു എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, എനിക്കും നിങ്ങൾക്കും
അതിൻ്റെ അവസ്ഥകൾ പരിഗണിച്ച് ജീവിക്കാമെന്നൊക്കെ ഒരു തോന്നലാണ് പ്രിയമുള്ള സഹോദര സഹോദരി നമുക്കുള്ളത്. എന്നാൽ അവിടെ എത്തുമ്പോഴാണ് അവിടുത്തെ ഭയാനതകളും അവിടുത്തെ വിഷമങ്ങളും പ്രയാസങ്ങളും അവിടേക്ക് ആവശ്യമുള്ള വസ്തുക്കൾ എന്തൊക്കെയായിരുന്നു എന്നുള്ളതിനെ സംബന്ധിച്ചും നമുക്ക് ബോധമുണ്ടാവുക എന്ന് നമ്മൾ മനസ്സിലാക്കുക. മറ്റൊന്ന്, നാളെ ഖബറിൽ കഴിയേണ്ടവരാണ് ഞാനും നിങ്ങളും. ആർക്കും ഒരു ഒഴിവുമില്ല. നമ്മെ ആ ഖബർ ചിന്തയിൽ നിന്ന് വഞ്ചിച്ച് കളഞ്ഞത് എന്താണ്? ആലോചിക്കണം, നമ്മൾ എന്താണ് നമ്മളെ വഞ്ചിച്ച് കളഞ്ഞത്? ഒന്ന്, ഭൗതിക ലോകത്തോടുള്ള ഭ്രമം. ഇവിടെ എത്ര സമ്പാദിച്ചാലും പൂതി തീരുന്നില്ല, എത്ര കിട്ടിയാലും മതി വരുന്നില്ല. സമ്പാദിക്കാൻ വേണ്ടിയുള്ള ധര വല്ലാതെ നമ്മെ പിരിഞ്ഞു മുറുക്കിയിരിക്കുകയാണ്. അത് ഒരു ഖബർ ചിന്തയെ ഇല്ലാതാക്കുവാൻ കാരണമായി തീരുന്നു. മറ്റൊന്ന്, ഭംഗിയുള്ള തെങ്ങിൻ തോപ്പുകളും അതുപോലെ തന്നെ വലിയ വലിയ നല്ല 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 കൃഷിയിടങ്ങളും നല്ല ഭൂമികളും കണ്ട് സന്തോഷിച്ച് നിൽക്കുകയും ചെയ്യുമ്പോൾ ഖബർ എന്ന അവസ്ഥയെ നമ്മൾ മറന്നു പോകുന്നു പ്രിയമുള്ളവരെ. മറ്റൊന്ന്, തൻ്റെ ജീവിതത്തിലെ അധ്വാനത്തിലെ 90% വീടിന് വേണ്ടി ബാക്കി വെച്ചവരാണ് നമ്മൾ, ചിലവഴിച്ചവരാണ് നമ്മൾ പ്രിയമുള്ളവരെ. അധ്വാനത്തിൻ്റെ ഭൂരിഭാഗവും നമ്മൾ ഒരു വീട് വെക്കുന്നതിന് വേണ്ടി ചിലവഴിച്ചു. പലപ്പോഴും ആ വീട് നമ്മുടെ മനസ്സിന് തൃപ്തി വരാത്ത വീടായിരിക്കാം. പക്ഷെ ആ വീട് വന്ന് മനസ്സിൻ്റെ തൃപ്തി വരുന്ന രൂപത്തിൽ ഉണ്ടാക്കുന്നതിന് വേണ്ടി നമ്മൾ കിണഞ്ഞ് പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. അതും ഖബർ ശിക്ഷയെയും ഖബർ ജീവിതത്തെയും നമ്മെ മറപ്പിച്ച് കളയുന്നു. ഇങ്ങനെ പലവിധ കാരണങ്ങളാലാണ് ഖബർ ജീവിതത്തെ നമ്മൾ മറന്നു പോകുന്നത്. അപ്പോൾ അതൊന്നും സ്ഥായിയായി നിലനിൽക്കുന്ന കാര്യങ്ങളല്ല എന്ന് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് ബർസക്കിയായ ആ ഖബർ ജീവിതത്തെ എപ്പോഴും നമ്മൾ പേടിച്ചു കൊണ്ടിരിക്കണമെന്നുള്ളതാണ്. ഇനി പരലോക ചിന്തയും മരണചിന്തയും കൈവരുവാൻ, നമ്മളിലേക്ക് വരുവാൻ എന്ത് ചെയ്യണം? അതിനുള്ള മാർഗങ്ങളും അല്ലാഹുവിന്റെ റസൂൽ നമ്മെ പഠിപ്പിച്ചു. മനസ്സിനെ ലോലമാക്കി തീർക്കുവാൻ, കണ്ണുകൾ നിറയാൻ. എന്തിന് കണ്ണ് നിറയണം? വിശുദ്ധ റമദാനിന്റെ അവസാനത്തെ 10 ഒറ്റ രാവുകളിൽ നാം എല്ലാവരും അർദ്ധരാത്രി തഹജ്ജുദിന്റെ സമയത്ത് എഴുന്നേറ്റ് നിന്നുകൊണ്ട് തന്റെ റബ്ബിനോട് കണ്ണുനീർ വാർത്തുകൊണ്ട് പ്രാർത്ഥിച്ചവരാണ് പ്രിയമുള്ളവരെ ഞാനും നിങ്ങളും. എന്തിന് പ്രാർത്ഥിച്ചു? റബ്ബേ, എന്റെ കഴിഞ്ഞുപോയ കാലഘട്ടങ്ങളിൽ അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയ ഒരുപാട് പാപങ്ങളുണ്ട് തമ്പുരാനെ, ഓർമ്മയിലുള്ളതും ഇല്ലാത്തതുമായ പാപങ്ങൾ. റബ്ബേ, ഈ പരിശുദ്ധ റമദാനിന്റെ നരകാഗ്നിയിൽ നിന്ന് മോചിപ്പിക്കുന്ന അടിയാന്മാരുടെ കൂട്ടത്തിൽ ഈ പാപിയായ അടിയാനെയും നീ ചേർക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് കണ്ണുനീർ വാർത്തവരാണ് ഞാനും നിങ്ങളും പ്രിയമുള്ളവരെ. അപ്പൊ കണ്ണുനീർ വാർക്കുക എന്നുള്ളത് അല്ലാഹുവിന് ഇഷ്ടപ്പെട്ട കാര്യമാണ്. അങ്ങനെ കണ്ണുനീർ വരുവാൻ, ആരാധനകളോട് താല്പര്യം കാണിക്കുവാൻ നമസ്കരിക്കുന്നവരാണ്. ചിലപ്പോൾ മടിയന്മാരായിരുന്നു നമസ്കരിക്കുന്നു, ഉറങ്ങി നിന്ന് നമസ്കരിക്കുന്നു, 4 റക്അത്ത് 5ഉം 3ഉമായി പോകുന്നു. അങ്ങനെ ചെല്ലേണ്ട പ്രാർത്ഥനകൾ മറന്നു പോകുന്നു, എന്തൊക്കെയോ ചിന്തകളുമായി നമസ്കരിക്കുന്നു. ആ നമസ്കാരം അല്ലാഹുവിന്റെ അടുക്കൽ സ്വീകാര്യമായിരിക്കില്ല. അപ്പൊ ആ നമസ്കാരങ്ങൾക്കും ആരാധനാ കർമ്മങ്ങൾക്കും താല്പര്യമുണ്ടാകുവാൻ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുകയാണ്. ഉറ്റവരുടെയും അതുപോലെ തന്നെ നമ്മുടെ എല്ലാവരുടെയും ഖബറുകൾ നിങ്ങൾ ഇടയ്ക്കിടയ്ക്കൊന്ന് സന്ദർശിക്കുക കേട്ടോ എന്നുള്ളതാണ്. ഖബറുകൾ ഇടയ്ക്കിടയ്ക്ക് നിങ്ങളൊന്ന് സന്ദർശിച്ചു കൊണ്ടിരിക്കുക. എന്നാൽ ഈ പറഞ്ഞ കാര്യങ്ങൾക്കൊക്കെ നിങ്ങൾക്കൊരു സമാധാനം കിട്ടും, നമസ്കാരത്തിന് ഭക്തി കിട്ടും. കാരണം ഇത് എൻ്റെ അവസാനത്തെ ജുമഅയാണ്. ഉറപ്പിക്കുക, നമ്മൾ നാളെ അടുത്ത ജുമഅയ്ക്ക് ഉണ്ടാകുമെന്ന് എനിക്കും നിങ്ങൾക്കും ഒരു ഉറപ്പില്ല. ഉറപ്പിച്ചോ, ഇത് എൻ്റെ അവസാനത്തെ ജുമഅയാണ്. ഈ ജുമഅയിൽ എനിക്ക് റബ്ബിനോട് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ആ നമസ്കാരാനന്തരം തൻ്റെ റബ്ബിനോട് കെഞ്ചുക പ്രിയമുള്ളവരെ. ആ അടുത്ത ജുമഅയ്ക്ക് ഒരു പക്ഷേ ഇവിടെയുള്ള സഹോദരന്മാർ നമ്മെ
ഉണ്ടായാൽ ഭൗതികമായ ലോകത്തോടുള്ള ഭ്രമവും സൗന്ദര്യങ്ങളും അതുപോലെ തന്നെ സൗകര്യങ്ങളെയും സംബന്ധിച്ച് ഒരു മറവി നമുക്ക് കിട്ടും. കാരണം മരിക്കാനുള്ളതാണ്. ഒരുപാട് ഹറാമുകൾ സമ്പാദിച്ചത് കൊണ്ട് കാര്യമില്ല, ഒരുപാട് ഫിത്തനകളും ഫസാദുകളും പറഞ്ഞു നടന്നുകൊണ്ട് കാര്യമില്ല. മരണമതാ എൻ്റെ കൂടെയുണ്ട്, ഇന്നല്ലെങ്കിൽ നാളെ അല്ലെങ്കിൽ വൈകുന്നേരം എൻ്റെ കൂടെയുണ്ട് എന്നുള്ള ഒരു ഓർമ്മയോടുകൂടി നടക്കുമ്പോൾ തെറ്റുകുറ്റങ്ങളിൽ നിന്ന് ഒരു പരിധി വരെയെങ്കിലും നമുക്ക് മാറി നിൽക്കാൻ സാധിക്കും പ്രിയമുള്ളവരെ. അതുപോലെ തന്നെ ഖബർ ശിക്ഷയ്ക്ക് കാരണമാകുന്ന ചില പ്രധാന തെറ്റുകളെയും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒന്ന്, ശിർക്ക് വരിക എന്നുള്ളതാണ്. ജീവിതത്തിൽ ശിർക്ക് വരിക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എൻ്റെ സമുദായത്തിൽ ശിർക്ക് കടന്നു വരുന്നത് സഫാ മലയുടെ മുകളിൽ കൂടി ഒരു ഉറുമ്പ് അരിച്ചു പോകുന്ന ഗോപ്യമായ രൂപത്തിൽ എൻ്റെ സമുദായത്തിലേക്ക് ശിർക്ക് കടന്നു വരുമെന്നുള്ളതാണ്. അത്ര ഗോപ്യമായ രൂപത്തിലായിരിക്കും ശിർക്ക് കടന്നു വരിക. അതിനൊരു പരിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് ശരിക്കും വിശദീകരിച്ചു വന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആദം നബി അലൈഹിസ്സലാമിൻ്റെയും നൂഹ് നബി അലൈഹിസ്സലാമിൻ്റെയും ഇടയിലുള്ള വർഷം 10 നൂറ്റാണ്ടായിരുന്നു. ഈ 10 നൂറ്റാണ്ട് കാലത്തിനിടയിൽ ഒരുവിധ ശിർക്കുകളും ഈ ലോകത്തുണ്ടായിരുന്നില്ല. ഈ 10 നൂറ്റാണ്ടിൻ്റെ ഇടയ്ക്ക്, അവസാന നൂറ്റാണ്ടിൻ്റെ ഇടയ്ക്ക് വന്നപ്പോൾ ശിർക്കുകളുടെ ചെറിയ ചെറിയ തോതുകൾ വരാൻ തുടങ്ങി. അവരെ കൂട്ടത്തിൽ ജീവിച്ചിരുന്ന വദ്, സുബാ, യഊസ്, യഊഖ് തുടങ്ങിയ നല്ല നല്ല മനുഷ്യന്മാർ മരണപ്പെട്ടു പോയ സന്ദർഭത്തിൽ അന്നുണ്ടായിരുന്ന ആളുകളോട് ശപിക്കപ്പെട്ട ഇബ്ലീസ് ദുർബോധനം നടത്തി. നല്ല മനുഷ്യരായിരുന്നില്ല അവർ ഇരുന്ന സ്ഥലങ്ങളില്ലേ, അവിടെ വന്ന് പോയി ഇരുന്നൂടെ നമുക്ക് എന്നൊരു ദുശ്ചിന്ത, ശിർക്കൻ ചിന്ത വളരെ നേരിയ രൂപത്തിൽ സൂചിപ്പിച്ചു. അങ്ങനെ ആ ജനങ്ങൾ അവിടെ പോയി ഇരിക്കാൻ തുടങ്ങി. പിന്നെയും കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞു, അവർ നിത്യേന പോകാൻ തുടങ്ങി. ആ തലമുറ മരണപ്പെട്ടു പോയി. പുതിയ തലമുറ വന്നു. ആ വന്ന തലമുറയ്ക്ക് ഈ ആളുകൾ ആരായിരുന്നു എന്നും ഞങ്ങളുടെ പിതാക്കൾ എന്തായി ചെയ്തിരുന്നത് എന്നും അറിയാത്തൊരവസ്ഥയിലൂടെയാണ് ആ തലമുറ വന്നത്. അവർ എന്ത് ചെയ്തു? അവരോട് ഇബ്ലീസ് ദുർബോധനം നടത്തി, അവരുടെ പ്രതിമകൾ സൃഷ്ടിച്ച് അവരുടെ ബിംബങ്ങൾ ഉണ്ടാക്കി നിങ്ങളൊന്ന് ആരാധിക്കുക, അവരോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു നോക്കൂ എന്നുള്ള രൂപത്തിൽ ഉണ്ട്. അങ്ങനെയാണ് ഈ ലോകത്ത് ആദ്യമായി ശിർക്കിന്റെ പ്രവർത്തനങ്ങൾ കടന്നു വരുന്നത്. അതാ പ്രവാചകൻ പറഞ്ഞേ, വളരെ രഹസ്യമായ രൂപത്തിൽ അത് കടന്നു വരുമെന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് കണ്ണ്, കാത്, നാവ്, കൈകാലുകൾ, ഗുഹ്യാവയവങ്ങൾ, ഖബർ ശിക്ഷ തീർച്ചയായും ഉണ്ടാകുമെന്നുള്ള ഈ അവയവങ്ങൾ, ഈ പറഞ്ഞ സംഗതികളൊന്നും ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ഖബർ ശിക്ഷ നിർബന്ധമായിരിക്കുമെന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ഏഷണി പറയുക, പരദൂഷണം പറയുക, മൂത്രശുദ്ധീകരണത്തിൽ അശ്രദ്ധ പുലർത്തുക, വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അശ്രദ്ധ പുലർത്തുക, ശുദ്ധിയില്ലാതെ നമസ്കരിക്കുക, വഞ്ചന, സമൂഹത്തിൽ ഫിത്നയുണ്ടാക്കുക, പലിശയുമായി ബന്ധപ്പെട്ട് നിൽക്കുക, ഹറാം ഭക്ഷിക്കുക, എന്നാൽ മദ്യപാനം, നെരിയാണിക്ക് താഴെ വസ്ത്രം പോവുക, ബിദ്അത്തുകൾ ചെയ്ത് ഈ കാര്യങ്ങളെല്ലാം ചെയ്ത മനുഷ്യർ മരണത്തിന്റെ മുമ്പ് തൗബ ചെയ്തിട്ടില്ലെങ്കിൽ ഖബർ ശിക്ഷയ്ക്ക് കാരണമാകുമെന്നുള്ളതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നത്. മരണത്തിന് മുമ്പ് തൗബ ചെയ്ത് മടങ്ങിയിട്ടില്ലെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങൾക്കെല്ലാം തന്നെ ശിർക്ക് മാറ്റി നിർത്തി മറ്റെല്ലാ കാര്യങ്ങൾക്കും അള്ളാഹുവിൻ്റെ കഠിനമായ ശിക്ഷകൾ ഉണ്ടായിരിക്കും. ശിർക്കിനെ സംബന്ധിച്ചിടത്തോളം ഒരു വിട്ടുവീഴ്ചയും ഇല്ലാത്ത കാര്യമാകുന്നു. അത് തൗബ ചെയ്താലും ഇല്ലെങ്കിലും ശരി, മനുഷ്യൻ അറിഞ്ഞുകൊണ്ട് ചെയ്തിരുന്ന ആ ശിർക്കിന് അള്ളാഹുവിൻ്റെ കാരുണ്യമുണ്ടെങ്കിൽ അത് അള്ളാഹുവിൻ്റെ കോർട്ടിൽ കിടക്കുന്ന കാര്യമാണ്. അള്ളാഹു തീരുമാനിക്കണം. മറ്റെല്ലാ കാര്യങ്ങളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ വ്യക്തമായി പറഞ്ഞു, തൗബ ചെയ്യുകയാണെങ്കിൽ ഇനി ഞാൻ ആ തെറ്റിലേക്ക് പോവുകയില്ല എന്ന് ഉറപ്പിച്ച് കരാർ ചെയ്ത് മടങ്ങിയ ഒരു അടിമയെ അള്ളാഹു ശിക്ഷിക്കുകയില്ല എന്നുള്ളതാണ്. അപ്പൊ ആ കാര്യത്തിൽ നമ്മൾ നിതാന്ത ജാഗ്രത പുലർത്തുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സാധാരണ സുബൈ നമസ്കാരം കഴിഞ്ഞാൽ തൻ്റെ സഹാബികളോട് ചോദിക്കാറുണ്ട്, നിങ്ങൾ ആരെങ്കിലും ഇന്ന് സ്വപ്നം കണ്ടോ? അപ്പോൾ എല്ലാവരും അവരവർ കണ്ട സ്വപ്നങ്ങൾ പറയും. അപ്പോൾ ഒരു ദിവസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു ആരും സ്വപ്നം കണ്ടിട്ടില്ല. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി
അലൈഹി വസല്ലം ഞാനൊരു സ്വപ്നം കണ്ടു ഇന്നലെ. 2 സുന്ദരന്മാരായ ആളുകൾ എൻ്റെ അടുക്കൽ വന്നു. അവർ എൻ്റെ കൈ പിടിച്ച് നല്ല പുണ്യമായ ഒരു സ്ഥലത്തേക്ക് എന്നെ കൊണ്ടുപോയി. അങ്ങനെ ആ കൊണ്ടുപോയ സന്ദർഭത്തിൽ അവിടെ പല സൈസ് ആളുകളെ കണ്ടു. ഒരു രൂപത്തിൽ കണ്ടത് അവരുടെ വായിലൂടെ കൊളുത്തുകൾ ഇട്ട് വലിക്കുകയാണ്. ആരാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു കൊടുത്തു, പ്രവാചകരെ, അത് കളവ് പറഞ്ഞ് നടന്നിരുന്ന മനുഷ്യന്മാർ. നേരം വെളുക്കി അങ്ങോട്ട് ഇറങ്ങാം, ഓരോരോ കളവുകൾ. ആവശ്യം, നീ എവിടുന്നാ വരുന്നത്? ചിലപ്പം പുത്തനത്താണിയിൽ നിന്ന് വരുന്ന മനുഷ്യനായിരിക്കും. നീ എവിടുന്നാ വരുന്നത്? ഞാൻ തിരൂരിന്നാ വരുന്നത്. വെറുതെ ഒരു കളവ്, ആവശ്യമില്ലാത്തൊരു കളവ്. അങ്ങനെ കളവ്, അതൊരു ഒരു ഉദാഹരണം പറഞ്ഞിരുന്നു. അങ്ങനെ വേണ്ടാത്ത ഒരുപാട് കളവുകൾ പറഞ്ഞു നടന്നിരുന്ന മനുഷ്യരായിരുന്നു. അടുപ്പുകളിൽ നഗ്നരായി നിൽക്കുന്ന സ്ത്രീ പുരുഷന്മാർ ആരായിരുന്നു? അത് പ്രവാചകൻ പറഞ്ഞു, വ്യഭിചരിച്ച പുരുഷനും സ്ത്രീകളുമായിരുന്നു. അതുപോലെ തന്നെ പലിശ തിന്ന ആളുകൾ. അങ്ങനെ ഒരുപാട് പ്രവാചകൻ കാണിച്ചു കൊടുത്തു. പ്രിയമുള്ളവരെ, ഇതെല്ലാം കാണിച്ചു കൊടുത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എനിക്ക് അവസാനമായി കാണിച്ചു തന്നത് കാർമേഘത്തിൽ നല്ല സുന്ദരമായ ഒരു ഇരിപ്പിടം എനിക്ക് അവിടെ കാണിച്ചു തന്നു എന്നുള്ളതാണ്. ഞാനതിലേക്ക് കയറുന്നതിന് വേണ്ടി ശ്രമിച്ചു. അപ്പോൾ എന്നോട് പറഞ്ഞു, എന്നെ തടഞ്ഞു നിർത്തി. എന്നിട്ട് പറഞ്ഞു, ആയിട്ടില്ല പ്രവാചകരെ, അങ്ങയുടെ മരണശേഷം അങ്ങ് വരാനുള്ള സ്ഥലമാണ് അത് എന്ന് പറഞ്ഞു എന്നെ തിരിച്ചയച്ചു എന്നുള്ളതാണ്. ഞാനിത് സൂചിപ്പിച്ചത് ബർസക്കിയായ, അതായത് പാരത്രിക ലോകത്തേക്ക് എത്തുന്നതിൻ്റെ മുമ്പ്, വിചാരണ നടക്കുന്നതിന് മുമ്പ് ഇങ്ങനെയുള്ള ശിക്ഷകൾ വരാനുണ്ട്. അത് ബർസക്കിയായ ലോകത്തായിരിക്കും, ഖബറിൽ വെച്ചായിരിക്കും. എവിടെയാണോ ആ മനുഷ്യന്റെ റൂഹുള്ളത് അവിടെ വെച്ച് അത് നടക്കുമെന്ന് നമ്മൾ മനസ്സിലാക്കുക. ഒരു ദിവസം ഞാനും നിങ്ങളും മയ്യത്താകും. മയ്യത്തായാൽ കഴിഞ്ഞാൽ ഇന്ന് ഖബറാളിക്ക് ഒരുപാട് കാര്യങ്ങൾ ആവശ്യമുണ്ട്. പ്രിയമുള്ളവരെ, എന്താണ് കാര്യങ്ങൾ? ഇവിടെ വിട്ടേച്ചു പോയ സന്താനങ്ങളുണ്ട്. ആ സന്താനങ്ങൾ പ്രാർത്ഥിക്കണം. എന്ത് പ്രാർത്ഥിക്കണം? റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറ എന്നുള്ള പ്രാർത്ഥനകൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം. റബ്ബേ, ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നീ അനുഗ്രഹം വർഷിക്കണമേ, ആ അനുഗ്രഹം വർഷിക്കണമേ എന്നുള്ള പ്രാർത്ഥന നടത്തുന്ന സന്ദർഭത്തിൽ ആ ഖബറിൽ കിടക്കുന്ന മാതാപിതാക്കൾക്ക് അതിൻ്റെ ഒരു വിഹിതം കിട്ടുന്നു. ഈ പ്രാർത്ഥിച്ച വ്യക്തിക്ക് 1% കുറയാതെ അവർക്കൊരു വിഹിതം കിട്ടുന്നു. മാതാപിതാക്കളാണ് നമ്മളെ നമസ്കരിക്കുവാനും ഖുർആൻ പാരായണത്തിനും മതപരമായ കാര്യങ്ങൾക്കും പ്രോത്സാഹനം നൽകിയത്. നമ്മൾ ഇന്ന് ജുമാ നമസ്കരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മാതാപിതാക്കളുടെ ഖബറിലേക്ക് അതിൻ്റെ ഒരു അംശം ചെല്ലുകയാണ്. പ്രിയമുള്ളവരെ, ഒരു വിഹിതം അവർക്ക്. എന്നാൽ നമ്മുടെ വിഹിതത്തിൽ നിന്ന് ഒന്നും കുറയാതെ അവർക്കൊരു വിഹിതം അല്ലാഹു കൊടുക്കുന്നു. എന്തേ കാരണം? ഈ മക്കളെ, ഇവിടെ വിട്ടേച്ചു പോയ സാലിഹായ സന്താനങ്ങളുണ്ടല്ലോ, അവരെ മതപരമായ ചട്ടക്കൂട്ടിൽ വളർത്തുകയും അവർക്ക് വേണ്ടുന്ന എല്ലാ ഉപദേശ നിർദ്ദേശങ്ങളും നൽകിയത് ഈ മാതാപിതാക്കളായിരുന്നു. അതുകൊണ്ട് അവർക്ക് അല്ലാഹു നൽകുന്നു. പ്രിയമുള്ളവരെ, അതുകൊണ്ട് ഇന്ന് ഖബറാളികൾക്ക് ആവശ്യമുള്ളതുപോലെ നാളെ എനിക്കും നിങ്ങൾക്കും നമ്മുടെ ഖബറിലേക്ക് അത് ആവശ്യമുണ്ട്. നാം വളർത്തിക്കൊണ്ടുവരുന്ന നമ്മുടെ അരുമ സന്താനങ്ങൾ, നിങ്ങൾക്ക് ഉറപ്പുണ്ടോ നമ്മളുടെ മരണശേഷം നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെന്ന്? നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? ആർക്കും ഉറപ്പില്ല. പ്രിയമുള്ളവരെ, ആ രൂപത്തിലാണ് ഈ ഭൗതിക ലോകം. അതായത് ഈ ലോകം എന്ന് പറയുന്നത് വഞ്ചനയാണ്, വഞ്ചനയുടെ ചരക്കുകൾ മാത്രമാണ് എന്നാണ്. അപ്പൊ ആ വഞ്ചനയുടെ ചരക്കുകളിൽ, ലഹരികളിലും തോന്നിയവാസങ്ങളിലും ദേഹേച്ഛകളിലും അടിമപ്പെട്ട് നമ്മുടെ അരുമ സന്താനങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നു. പ്രിയമുള്ളവരെ, അവിടെ തടഞ്ഞു നിർത്തണം. എന്തിന് തടഞ്ഞു നിർത്തണം? നമ്മുടെ ബർസക്കിയായ ജീവിതത്തിലേക്ക് അവരെ കൊണ്ട് എന്തെങ്കിലും കിട്ടണം നമുക്ക്. അതിന് നമ്മൾ പണിയെടുത്തിട്ടില്ലെങ്കിൽ ഇന്ന് ഖബറാളികൾക്ക് ആവശ്യമുള്ളത് നാളെ നമുക്ക് ആവശ്യമുണ്ട്. അത് കിട്ടാതെ വരുമ്പോൾ ആ വിഷമങ്ങളും പ്രയാസങ്ങളും അപ്പോഴേ നമ്മൾ അനുഭവിക്കുകയുള്ളൂ. പ്രിയമുള്ളവരെ, അതുകൊണ്ട് അവങ്കലേക്ക് തിരിച്ചു പോകേണ്ടവരാണ്. ഇദാ സുൽസിലത്തിൽ അർദ് സിൽസാലഹാ വഅഖ്റജത്തിൽ അർദ് അസ്ഖാലഹാ. അല്ലാഹുവിന്റെ പ്രഖ്യാപനമാണ്. പ്രിയമുള്ളവരെ, അല്ലാഹു പറഞ്ഞു, യൗമൈദിൻ യസ്തുറുന്നാസ് അസ്താതൻ ലിയുറൗ അഅമാലുഹും. എന്താണ് വിശുദ്ധ ഖുർആന്റെ പ്രഖ്യാപനം? അതേ ദിവസം ആ പാരത്രിക ലോകമുണ്ടല്ലോ, മനുഷ്യർ പല സംഘങ്ങളായി പുറപ്പെടുന്നതാണ്. എന്തിനാണ്? അവരുടെ കർമ്മ
കാണിച്ചു കൊടുക്കാൻ വേണ്ടി എന്നുള്ളതാണ്. അവരുടെ കർമ്മങ്ങൾ അവർക്ക് കാണിച്ചു കൊടുക്കുന്നതിന് വേണ്ടി അവർ കൂട്ടം കൂട്ടമായി അതാ പാരത്രിക ലോകത്തേക്ക് ചെല്ലുന്നു എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് ഖബർ ജീവിതമുണ്ട് എന്നുള്ളതും അതോടൊപ്പം തന്നെ ആ ഖബർ ജീവിതത്തിൽ നമുക്ക് ഒരുപാട് ആവശ്യങ്ങളുണ്ട് എന്നും നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് ഇന്നല്ലെങ്കിൽ നാളെ ഒരുപാട് ആളുകൾ താങ്ങിപ്പിടിച്ച് നമ്മൾ ഖബർസ്ഥാനിൽ കൊണ്ടുപോയി മറവ് ചെയ്യും. പ്രിയമുള്ളവരെ, ആ സന്ദർഭത്തിൽ നമുക്ക് ആവശ്യമുള്ള ഒരുപാട് സംഗതികൾ ഇവിടെ നമ്മൾ വിട്ടേച്ചു പോകണം. അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ഇന്നൽ ഹംദലില്ലാ നഹ്മദുഹു വ നസ്തഈനുഹു വ നസ്തഗ്ഫിറുഹു വ നഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വ മിൻ സയ്യിആതി അഅമാലിനാ من يهد الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله واشهد ان محمدا عبده ورسوله. ഒരിക്കൽ കൂടി അല്ലാഹുവിന്റെ നിയമനിർദ്ദേശങ്ങൾ അംഗീകരിച്ച് ജീവിക്കണമേ എന്ന് ഉപദേശിക്കുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. വിശുദ്ധ ഖുർആൻ നമ്മുടെ കയ്യിലുണ്ട്, പ്രവാചകന്റെ സുന്നത്തുകൾ നമ്മുടെ കയ്യിലുണ്ട്. അത് രണ്ടും അണപ്പല്ലുകൾ കൂടി കൂട്ടി കടിച്ചു പിടിച്ചാൽ നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും. പ്രിയമുള്ളവരെ, നമ്മുടെ കയ്യിലുള്ള വേദഗ്രന്ഥം വിശുദ്ധ ഖുർആൻ ഒരക്ഷരത്തിന് പോലും വ്യതിയാനമില്ലാതെ 14 നൂറ്റാണ്ടുകൾ ഇവിടെ കടന്നുപോയി. പ്രിയമുള്ളവരെ, അത് തന്നെയാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. വള്ളിക്കോ പുള്ളിക്കോ വ്യത്യാസമില്ലാതെ 14 നൂറ്റാണ്ടിലധികം വിശുദ്ധ ഖുർആൻ ഇവിടെ കടന്നുപോയി. ആർക്കും ഒരു തർക്കമില്ലാത്ത രൂപം ആ വിശുദ്ധ ഖുർആനാണ് നമ്മുടെ കൈകളിലുള്ളത്. വരാനിരിക്കുന്ന വലിയൊരു പരീക്ഷയ്ക്കായി നേരത്തെ ഇറങ്ങിയതാണ് വിശുദ്ധ ഖുർആൻ. ചോദ്യപേപ്പറാണ്. വരാനിരിക്കുന്ന വലിയൊരു പരീക്ഷയ്ക്കായി മുമ്പേ തയ്യാറാക്കിയ ചോദ്യപേപ്പറാണ് വിശുദ്ധ ഖുർആൻ. ആ വിശുദ്ധ ഖുർആനിന്റെ അനുയായികളാണ് നമ്മൾ. അതോടൊപ്പം തന്നെ ആ വിശുദ്ധ ഖുർആനിൽ അത് നിറയെ ജീവിതം സമ്പുഷ്ടമാക്കാനുള്ള ഉത്തരവുമുണ്ട്. ആ വിശുദ്ധ ഖുർആനിൽ ചോദ്യവുമുണ്ട്, ഉത്തരവുമുണ്ട്. അപ്പൊ അത് ചോദ്യം കണ്ടുപിടിച്ച് അതിന് ശരിയായ ഉത്തരം നൽകിയാൽ നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും. ഭക്തി ഗ്രന്ഥമല്ല വിശുദ്ധ ഖുർആൻ. അത് ഓതി ചുംബിച്ച് മടക്കി വെക്കേണ്ട വിശുദ്ധ ഖുർആൻ. അത് പരത്തിപ്പിടിച്ച് അതിൻ്റെ അർത്ഥഗാംഭീര്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് എന്താണോ മനുഷ്യവർഗത്തിന് അതിൽ പറഞ്ഞിട്ടുള്ളത് എന്ന് അന്വേഷിക്കുകയും അതിനു വേണ്ടി ജ്വലിച്ചു നിർത്താനുള്ള ഇന്ധന സംഭരണിയാണ് വിശുദ്ധ ഖുർആൻ. പ്രിയമുള്ളവരെ, അതുകൊണ്ട് ആ വിശുദ്ധ ഖുർആൻ നമ്മുടെ കൈകളിലുണ്ട്. അത് ചേർത്ത് പിടിച്ച് ആ വിശുദ്ധ ഖുർആനിൽ എന്താണോ ഖബർ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുവാൻ നമ്മെ പഠിപ്പിക്കുന്നത് അത് മനസ്സിലാക്കുക. അതോടൊപ്പം തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല സന്തോഷവാർത്ത അറിയിക്കുകയുണ്ടായി. യാ അയ്യുഹല്ലദീന ആമനൂ തൂബൂ ഇലല്ലാഹി തൗബതൻ നസൂഹ ഹസാ റബ്ബുക്കും അൻ യുകഫിറ അൻകും സയ്യിആതികും വയുദ്ഖിലുക്കും ജന്നാത്തിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ. യാ അയ്യുഹല്ലദീന ആമനൂ തൂബൂ ഇലല്ലാഹ്. അല്ലാഹുവിന്റെ അടിയാറുകളെ, സത്യവിശ്വാസികളായ അടിയാറുകളെ, നിങ്ങൾ അല്ലാഹുവിലേക്ക് തൗബ ചെയ്തുകൊണ്ട് മടങ്ങണം കേട്ടോ. തൗബ ചെയ്യുക, നിരന്തരമായി തൗബ ചെയ്തുകൊണ്ടിരിക്കുക. എന്നാൽ നിങ്ങൾക്ക് എന്തായിരിക്കും? തൗബത്തൻ നസൂഹ ഹസാ റബ്ബുക്കും അൻ യുകഫിറ അൻകും സയ്യിആതികും. നിങ്ങൾ ആ തൗബ ചെയ്യുവാൻ റെഡിയാണെങ്കിൽ നിങ്ങളുടെ പാപങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് പുറത്തു മായ്പിച്ച് കളയും. അതാണ് വല്ലാത്ത അനുഗ്രഹം. അപ്പൊ അല്ലാഹ് നമുക്ക് ചെയ്തത് അനുഗ്രഹം. മരണത്തിന് മുമ്പ് തൗബ ചെയ്ത് ആ ജന്നാത്തുൻ നഈമിൽ, ആ സ്വർഗത്തിൽ പ്രവേശിക്കുവാൻ നമ്മൾ ശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖബർ ജീവിതത്തെ സദാസമയം ഓർക്കുവാൻ, അവിടേക്ക് വേണ്ടുന്ന വിഭവങ്ങൾ ഇവിടെ നിന്ന് സമാഹരിക്കുവാനും റബ്ബ് നമ്മെ കനിഞ്ഞ് അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ഞങ്ങളുടെ മാതാപിതാക്കൾ, ഭാര്യമാർ, ഭർത്താക്കന്മാർ, സ്നേഹജനങ്ങൾ, ഉസ്താദുമാർ, എല്ലാവരുടെയും ഖബറിനെയും വിശാലം നൽകി അനുഗ്രഹിക്കണമേ തമ്പുരാനെ. അല്ലാഹുവേ, കടങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് സഹോദരി സഹോദരന്മാർ, അവരുടെ കടത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി അനുഗ്രഹിക്കണമേ തമ്പുരാനെ. രോഗങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്ന ദീർഘനാളത്തെ ഡയാലിസുകൾ, ക്യാൻസർ ബാധിത രോഗികൾ, അതുപോലെ തന്നെ മാറാരോഗങ്ങളുമായി കഷ്ടപ്പെടുന്ന ഒരുപാട് സഹോദരി സഹോദരന്മാർ, അല്ലാഹു അവർക്ക് ശിഫയും അനുഗ്രഹവും ഇതുപോലെ പള്ളികളിൽ വന്ന് നമസ്കരിക്കുവാനുള്ള തൗഫീഖും നൽകി അനുഗ്രഹിക്കണമേ തമ്പുരാനെ. അല്ലാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്
والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما ربنا إنك من تدخل النار فقد أخزيته وما للظالمين من أنصار اللهم أجرنا من النار اللهم أجرنا من النار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا